നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതോ വെറും ആകർഷണം മാത്രമാണോ? വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിനു മുൻപ് ചാണക്യൻ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാണ് ഞാൻ പറയുന്നത്. ഫെബ്രുവരി 14 ഈ ലോകം മുഴുവൻ ചുവന്ന നിറത്തിൽ പുതച്ചു നിൽക്കുന്ന ദിവസം. എവിടെ നോക്കിയാലും പ്രണയജോഡികൾ, സമ്മാനങ്ങൾ, വാഗ്ദാനങ്ങൾ. നമ്മൾ മലയാളികൾക്കും വാലന്റൈൻസ് ഡേ ഇന്ന് വെറും ഒരു വിദേശ ആഘോഷമല്ല, ഹൃദയത്തോട് ചേർത്തു വെച്ച ഒന്നാണ്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ പ്രണയത്തിന്റെ യഥാർത്ഥ അർത്ഥം മറന്നുപോകുന്നുണ്ടോ? ഏകദേശം 2300 വർഷങ്ങൾക്ക് മുൻപ് മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയായ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ചില കഠിനമായ സത്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രണയം അന്ധമാകരുത് എന്നും ബന്ധങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറയുമ്പോൾ അത് കേൾക്കാൻ അല്പം കയ്പുള്ളതായി തോന്നാം. പക്ഷേ തകർന്നറിഞ്ഞ പ്രണയബന്ധങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും ഈ കാലത്ത് ചാണക്യന്റെ ആ പഴയ തന്ത്രങ്ങൾ നമ്മുടെ ഇന്നത്തെ പ്രണയത്തെ രക്ഷിക്കാൻ സഹായിക്കുമോ? ഈ വാലന്റൈൻസ് ഡേയിൽ നമുക്ക് പ്രണയത്തെ ചാണക്യന്റെ കണ്ണിലൂടെ ഒന്ന് നോക്കാം. ദ ഇല്യൂഷൻ ഓഫ് അട്രാക്ഷൻ, ആകർഷണവും പ്രണയവും. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഒരാളുടെ സുന്ദരമായ മുഖം കണ്ടോ മധുരമായ വാക്കുകൾ കേട്ടോ തോന്നുന്ന താല്പര്യത്തെ പ്രണയമായി തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഇതിനെ രൂപം എന്നും ഗുണം എന്നും രണ്ടായി തിരിക്കുന്നു. നമ്മൾ വാലന്റൈൻസ് ഡേയിൽ ഒരു ഗിഫ്റ്റ് തിരഞ്ഞെടുക്കാൻ എത്ര സമയം ചെലവാക്കുന്നു? ആ ഗിഫ്റ്റിന്റെ പാക്കിംഗ് എത്ര ഭംഗിയുള്ളതാണെന്ന് നോക്കുന്നു. എന്നാൽ ആ പാക്കിങ്ങിനുള്ളിലെ വസ്തു മോശമാണെങ്കിലോ? പ്രണയവും അതുപോലെയാണ്. ചാണക്യൻ പറയുന്നത് ഒരാളുടെ ആന്തരിക ഗുണങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുക എന്നാണ്. സൗന്ദര്യം കാലത്തിനൊപ്പം മായും, എന്നാൽ സ്വഭാവം അത് മരണം വരെ കൂടെയുണ്ടാകും. നിങ്ങൾ പ്രണയിക്കുന്നത് ഒരു വ്യക്തിയെയോ അതോ ആ വ്യക്തിയുടെ പുറമോടിയെയോ? ഈ ചോദ്യം സ്വയം ചോദിച്ചു തുടങ്ങുന്നിടത്താണ് ചാണക്യന്റെ തത്വശാസ്ത്രം തുടങ്ങുന്നത്. സെൽഫ് റെസ്പെക്റ്റ്, പ്രണയത്തിലെ വജ്രായുധം. നമ്മുടെ സിനിമകളും പാട്ടുകളും പ്രണയത്തിൽ സ്വയം നശിക്കുന്നതിനെ മഹത്വവൽക്കരിക്കാറുണ്ട്. നീ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല, നീ പറഞ്ഞാൽ ഞാൻ മരിക്കാം. ഇത്തരം ഡയലോഗുകൾ കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ചാണക്യന്റെ രീതിയിൽ ഇതൊരു വലിയ തെറ്റാണ്. ചാണക്യൻ പറയുന്നു, ആത്മബലം അതാണ് പ്രധാനം. തന്റെ ആത്മാഭിമാനം കളഞ്ഞുകൊണ്ട് ഒരാളെ പ്രണയിക്കുന്നത് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. മറ്റൊരാളുടെ മുന്നിൽ എപ്പോഴും താഴ്ന്നു കൊടുക്കുന്നതും അവരുടെ ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം വ്യക്തിത്വം മാറ്റുന്നതും പ്രണയമല്ല, അത് അടിമത്തമാണ്. ചാണക്യനീതി പ്രകാരം ബഹുമാനം ഇല്ലാത്ത ഇടത്ത് പ്രണയം നിലനിൽക്കില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ബഹുമാനിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കും? അതുകൊണ്ട് ഈ വാലന്റൈൻസ് ഡേയിൽ ഒരാൾക്ക് ഹൃദയം നൽകുന്നതിനു മുൻപ് നിങ്ങളുടെ ആത്മാഭിമാനം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ദ ടെസ്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റി, കഷ്ടപ്പാടിലെ പ്രണയം. ഒരു ബന്ധത്തിന്റെ ആഴം അളക്കേണ്ടത് എപ്പോഴാണ്? ചാണക്യൻ ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ആപത്ത് വരുമ്പോഴാണ് സുഹൃത്തിനെയും പങ്കാളിയെയും തിരിച്ചറിയേണ്ടത്. വാലന്റൈൻസ് ഡേക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വരുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ രോഗം വരുമ്പോൾ അന്ന് കൂടെ നിൽക്കുന്ന കൈകളാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെത്. പലപ്പോഴും ഇന്നത്തെ പ്രണയങ്ങൾ ഒരു ട്രയൽ റൺ പോലെയാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ബ്ലോക്ക് ചെയ്യുന്ന രീതി. ചാണക്യൻ പറയുന്നത് ബന്ധങ്ങളെ പരീക്ഷിക്കണമെന്നാണ്. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്നത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് മധുരമുള്ള വാക്കുകളേക്കാൾ ബുദ്ധിമുട്ടുള്ള സമയത്തെ അവരുടെ സാന്നിധ്യത്തിന് വില നൽകുക. ഇമോഷണൽ ഡിസിപ്ലിൻ, വികാരങ്ങളുടെ കടിഞ്ഞാൺ. പ്രണയത്തിൽ വികാരങ്ങൾ വേണം, സംശയമില്ല. എന്നാൽ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കാൻ തുടങ്ങിയാൽ അവിടെ തകർച്ച തുടങ്ങും. ചാണക്യൻ ഇന്ദ്രിയ നിഗ്രഹം അഥവാ സെൽഫ് കൺട്രോളിനെ കുറിച്ച് വാചാലനാകുന്നു. പ്രണയബന്ധങ്ങളിൽ അമിതമായ ദേഷ്യം, അനാവശ്യമായ സംശയം, അസൂയ എന്നിവ വിഷം പോലെയാണ്. ഒരു ചെറിയ വാക്ക് കൊണ്ട് ഒരു ആയുസ്സിലെ പ്രണയം തകർക്കാൻ സാധിക്കും.
ചാണക്യൻ ഉപദേശിക്കുന്നത് സംസാരിക്കുന്നതിനു മുൻപ് ചിന്തിക്കുക എന്നാണ്. പങ്കാളിയോട് ദേഷ്യം തോന്നുമ്പോൾ നിശബ്ദത പാലിക്കുക, മധുരമായി സംസാരിക്കുക, പക്ഷേ അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രമേ ഒരു ബന്ധത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വാലന്റൈൻസ് ഡേ ആഘോഷങ്ങൾക്കിടയിൽ ഈ ഒരു സ്വയം നിയന്ത്രണം നാം ശീലിക്കേണ്ടതുണ്ട്. ഇൻഡിവിജ്വാലിറ്റി ആൻഡ് മോഡേൺ ലവ്. ആധുനിക കാലത്തെ പ്രണയം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ റീലുകൾ കണ്ടാണ് നമ്മുടെ ബന്ധങ്ങളെ അളക്കുന്നത്. അവർ ദുബായിൽ പോയി ആഘോഷിക്കുന്നു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് താരതമ്യം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു. ചാണക്യൻ പറയുന്നത് തൃഷ്ണ അഥവാ അമിതമായ ആഗ്രഹം ഒഴിവാക്കാനാണ്. നിങ്ങളുടെ പങ്കാളി ഒരു വേറിട്ട വ്യക്തിത്വമാണ്. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും കരിയറും ഉണ്ടായിരിക്കണം. അവരെ നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി പൂട്ടിയിടരുത്. പ്രണയം എന്നത് രണ്ട് സ്വതന്ത്ര വ്യക്തികൾ ഒരേ ലക്ഷ്യത്തിലേക്ക് കൈകോർത്ത് നടന്നെടുക്കുന്നതാണ്. ചാണക്യന്റെ തന്ത്രം ലളിതമാണ്. നിങ്ങൾ വളരുക, ഒപ്പം നിങ്ങളുടെ പങ്കാളിയെയും വളരാൻ അനുവദിക്കുക. അവസാനമായി ചാണക്യൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ജീവിതം ഒരു യുദ്ധക്കളമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കരുത്ത് നല്ലൊരു ജീവിത പങ്കാളിയാണ്. അത് വെറും ഗിഫ്റ്റുകളിലോ മെസ്സേജുകളിലോ ഒതുങ്ങുന്നതല്ല. അത് പരസ്പരമുള്ള വിശ്വാസമാണ്, ബഹുമാനമാണ്, ഒപ്പം വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയുമാണ്. ഈ വാലന്റൈൻസ് ഡേയിൽ ആഘോഷങ്ങൾ നടന്നോട്ടെ, പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളുടെ വിവേകം നഷ്ടപ്പെടരുത്. ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, പക്ഷേ മസ്തിഷ്കം കൊണ്ട് ആ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക. പ്രണയത്തിൽ വീഴുകയല്ല വേണ്ടത്, പ്രണയത്തിലൂടെ രണ്ടുപേരും ഉയരുകയാണ് വേണ്ടത്. ഈ ചിന്തകൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.